ഹലോ, അസ്സലാമു അലൈക്കും. എന്തുണ്ട് വിശേഷം? സുഖമല്ല എല്ലാവർക്കും. അപ്പോൾ ഒന്ന് ഇഞ്ചിപ്പുളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചിപ്പുളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓർഡർ കിട്ടി കേട്ടോ കുറച്ച്. അപ്പോൾ അങ്ങനെ ഞാനിതാ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഷീജി ദാദാ എല്ലാം തോലെല്ലാം തൊലിച്ച് തരുന്നുണ്ട്. അപ്പോൾ ഇത് വിഷുവിനുള്ളതാണ് കേട്ടോ. അപ്പുറം ഞാൻ ഉച്ചക്കൊക്കെ ചീര താളിക്കാൻ വേണ്ടിയിട്ട് നുള്ളിയും വെച്ചിന് കേട്ടോ. അപ്പോൾ എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ല. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് നല്ല കഴുകിയിട്ട് വെള്ളം വറ്റുവോളം നല്ല ഒരു തുള്ളി വെള്ളം പാടില്ല കേട്ടോ. അപ്പോൾ എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് ഈ പുളിഞ്ചി നിൽക്കും. അതുകൊണ്ടാണ് ഒരു വെള്ളം പാടില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഓട്ടപാത്രത്തിൽ നന്നായിട്ട് കഴുകി വെക്കുക. അപ്പോൾ ഞാൻ ഇത് നല്ല സുഖം കേട്ടോ. ചോപ്പറെണ്ണം നല്ല സുഖമാണ്. ഇതിൽ നമുക്ക് എന്തുണ്ടാക്കാനും. അപ്പോൾ ഇത് വാങ്ങാത്തോലുണ്ടെങ്കിൽ ഒന്ന് വാങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ പുളിഞ്ചിയെല്ലാം ഉണ്ടാക്കാൻ എല്ലാവർക്കും മടി, ഇത് അരിഞ്ഞെടുക്കേണ്ട ഒറ്റ കാര്യം വിചാരിച്ചിട്ടാണ് ഇത്. പിന്നെ പുളിഞ്ചി ഉണ്ടാക്കാൻ എല്ലാവർക്കും മടി, ഇതിന്ന് ഇഞ്ചി അരിയണ്ടേ. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടെൻഷനേ ഇല്ല. നല്ലതാക്കുക, ചെറുതാക്കി ഇതാക്കുക, വലിച്ചെടുക്കുക. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ ആയിട്ടില്ലെങ്കിൽ ഒന്ന് കുലുക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ടൈറ്റിൽ നിൽക്കുന്നതുകൊണ്ടാണ് ആവാത്തത്. അപ്പോൾ എന്താക്കുക, നന്നായിട്ട് 2-3 വലിയെടുക്കുമ്പോൾ തന്നെ നമ്മളെ പുളിക്കുള്ള ഇഞ്ചി നല്ല റെഡി ആയിട്ടുണ്ടാവും. നോക്കൂ, ഇങ്ങനെ ഒന്ന് തുറന്നു വിട്ടിട്ട് ചെറുതാണെങ്കിൽ അല്ല വലുതാണെങ്കിലും ഒന്നും കൂടി ആക്കിയാൽ മതി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമ്മളെ പരിപാടി കഴിയും. അപ്പോൾ എത്ര കിലോൻ്റെ ഇതാണെങ്കിലും നമുക്ക് എന്താക്കാം, ഇതേപോലെ പെട്ടെന്ന് വലിച്ച് ഇങ്ങനെ ഇതാക്കിയാൽ നമുക്കതാ ഇഞ്ചിൻ്റെ പരിപാടി പെട്ടെന്ന് ഇങ്ങനെ മെനക്കെടേണ്ട കാര്യമൊന്നുമില്ല. അരിഞ്ഞ് വേഗം തീരും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ഇത് ചിലപ്പോൾ വലുതാക്കുമ്പോൾ ടൈറ്റായി പോകും. അപ്പോൾ എത്ര ചെറുതാക്കണേ അത്രയും നല്ലതാണ് കേട്ടോ. അങ്ങനെ 2-3 പീസാക്കി ഇട്ടാൽ അത്രയും നല്ലതാണ്. ഇല്ലെങ്കിൽ പിന്നെ ആ ബ്ലേഡിൻ്റെ അവിടെ പോയിട്ട് ഇതാക്കി നിന്നാലും ഇത് നമുക്ക് വലിച്ചാൽ ടൈറ്റായിട്ടേ നിൽക്കുള്ളൂ. അപ്പോൾ 2 കുലുക്കിയിട്ടുണ്ടെങ്കിൽ ഓക്കെ ആവും കേട്ടോ. അപ്പോൾ വിഷുവല്ല, നിങ്ങളെല്ലാവരും അടിച്ച് പൊളിക്കുക. ഇഞ്ചിപ്പുളി ഒന്നും ഇനി മടിച്ചിട്ടാരും ഉണ്ടാക്കാൻ നിൽക്കണ്ട. പെട്ടെന്ന് ഉണ്ടാക്കിയാൽ ഇഞ്ചിപ്പുളിയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രുചിയോടെ കഴിക്കാം. അപ്പോൾ ഇത്രയും നന്നായിട്ട് ചെറുതാക്കി വിടണം കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം അരിഞ്ഞ് വെച്ചിട്ട് നിങ്ങൾ വിചാരിക്കും തുച്ചക്കാണ് ഉണ്ടാക്കിയല്ല. ഞാനെല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ട് രാത്രി 12 മണിക്കാണ് ഉണ്ടാക്കിയത്. എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് ഉണ്ടാക്കിയത്. ഇഞ്ചിപ്പുളിയെല്ലാം നല്ല രസമല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് രാത്രി ഉണ്ടാക്കി വെച്ചതെന്ന് പറഞ്ഞാൽ ഓല് ഇന്ന് വൈകിട്ട് കൊടുക്കാൻ പറഞ്ഞാണ്. അപ്പോൾ ഉണ്ടാക്കിയിട്ടില്ല, സമയമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ഓലോട് രാത്രി ഉണ്ടാക്കിയിട്ട് രാവിലെ എത്തിച്ചേരാമെന്ന് പറഞ്ഞതിന് ഓലൊരു ടാക്സിയിൽ കൊടുത്തു വിടാൻ പറഞ്ഞതാണ്. ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇതെന്താന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഇത് ഏതെങ്കിലും ഒരു ബ്ലേഡിൽ നമ്മളൊരു ഇഞ്ചി പെട്ടിട്ടാണ് അങ്ങനെ ആവുന്നത്. അപ്പോൾ 2 കുലുക്കിയാൽ അത് ശരിയാവും. അപ്പോൾ ഇതെല്ലാം നമ്മളെ പരിപാടികൾ. പിന്നെ ഞാൻ പറയാൻ വരുന്നതെന്ന് പറഞ്ഞാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും കാണുന്നവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്താൽ മതി. നമുക്ക് ആരോടും ഇഷ്ടമില്ലാത്തവരോട് നമുക്ക് നിർബന്ധിക്കാനോ പറയാനോ നമുക്ക് പറ്റില്ല. അപ്പോൾ ഇന്നെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നിങ്ങളെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഇപ്പോൾ ഒരാൾ പോലും ഒരു സബ്സ്ക്രൈബർ കയറുന്നില്ല. ആദ്യം അങ്ങനെയല്ല, 10, 20, 30, 40 സബ്സ്ക്രൈബർ, 100 സബ്സ്ക്രൈബർ വരെ ഒരു ദിവസം കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കും, എന്താണെന്ന് അറിയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇൻഷാ അല്ലാഹ് നിങ്ങളിനി കൂടുതലൊന്ന് സപ്പോർട്ട് ചെയ്താൽ നമുക്ക് ഈ മാസം പൈസ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന്, ഇത്രയും 2 വർഷമായിട്ട് എനിക്ക് പൈസ കിട്ടുമോയെന്ന് അറിയില്ല, ഞാൻ പറയുകയാണ്. അപ്പോൾ ഈ മാസമല്ല അടുത്ത മാസമല്ലെങ്കിൽ നമുക്ക് പൈസ കിട്ടാനായതാണ്. പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യൂ, ലൈക്ക് അടിക്കൂ.
അപ്പോൾ ഇതെല്ലാം. അപ്പോൾ ഇനി നമുക്ക് ഇഞ്ചിപ്പുളി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കട്ടോ. അപ്പോൾ ഞാൻ ഈ ചട്ടി എടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് അടി പിടിക്കുന്നുള്ള പേടിയോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് ചൂടാണെന്താ ഇത്രയും ഇഞ്ചി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഇഞ്ചി ഉണ്ട് ഫുള്ള്. ഇതാണ് നമ്മളെ ചായപാത്രത്തിന് ഫുള്ള് ഇഞ്ചി ഉണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ട് വെളിച്ചെണ്ണ കേട്ടോ. വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ ഞാനൊരു ചെറിയ കപ്പിന് 1 കപ്പ് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇത്രയും ഇഞ്ചി ഉണ്ടായതുകൊണ്ടാണ്. പിന്നെ നമ്മളത് നല്ല മുരിഞ്ഞ് വരണമല്ലോ, നന്നായിട്ട് ചൂടാവട്ടെ ചട്ടി. അപ്പോൾ ഈ വെളിച്ചെണ്ണ എല്ലാം ഞാൻ എടുക്കുന്നത് കുറച്ചും കൂടി എടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ക്യാമറ ഓണാക്കാൻ മറന്നുപോയി കേട്ടോ. ഇതിപ്പോൾ ഒരു 4-5 സ്പൂണ് വെളിച്ചെണ്ണ ഉണ്ട്. പിന്നെ കുറച്ചും കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇത്രയും ഇത് നമുക്ക് മുരിഞ്ഞ് കിട്ടണ്ട, അതുകൊണ്ട് കുറച്ചും കൂടി ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു കുഞ്ഞി കപ്പിന് 1 കപ്പ് വെളിച്ചെണ്ണ ഉണ്ടാവും. ഒരു 5-8 സ്പൂണ് വെളിച്ചെണ്ണ ഉണ്ടാവും. പിന്നെ നമുക്ക് വേണ്ടത് ഇതാ വെല്ലമാണ്. ഇത് നന്നായിട്ട് ബ്ലാക്ക് വെല്ലം തന്നെ എടുക്കണം, എന്നാലേ നമുക്ക് ബ്ലാക്ക് കളറായിട്ട് കിട്ടുള്ളൂ കേട്ടോ. പുളിയിഞ്ചി വൈറ്റ് കിട്ടിയാൽ അതിൻ്റെ കളറ് ഇതാവും. പിന്നെ നമുക്ക് വേണ്ടത് നമ്മളെ പുളി ഇതാതെ ഞാൻ വെള്ളത്തിലിട്ടീന് നന്നായിട്ട് പിഴിഞ്ഞ് എല്ലാം അരിക്കണം. വെല്ലം വരെ അരിക്കണം. അരിക്കണം, മണ്ണുണ്ടാവും. പിന്നെ നമ്മൾ ഉണ്ടാക്കിയത് മൊത്തം വേസ്റ്റായി പോകും. അതുകൊണ്ടാണ് പറയണം മൊത്തം എന്താക്കണം, എല്ലാം അരിച്ചിട്ട് വേണം ഇതിൽ ചേർക്കാൻ. അപ്പോൾ ഇനി ഇത് നമ്മൾ നന്നായിട്ട് ഈ വെളിച്ചെണ്ണയിൽ മുരിയിച്ചെടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് പച്ചമുളകും കരിവേപ്പും കൂടി ഈ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുക, കുഴപ്പമില്ല. അപ്പോൾ ഇത് കുറച്ച് മെനക്കെടുന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഇഞ്ചി വറുത്തെടുക്കാനാണ് കുറച്ച് സമയം നമ്മൾ എടുക്കുന്നുള്ളൂ. പിന്നെല്ലാം പെട്ടെന്നാവും. ഇഞ്ചി വെളുത്തു ഇതാ പച്ചമുളകും കരിവേപ്പിൻ്റെ ഇല ഞാൻ ഒന്ന് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇത് നമുക്ക് മൊരിയിച്ചെടുക്കാം. അപ്പോൾ ഇത്രയും കൂടുതലുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേറൊരു ഐഡിയ പറഞ്ഞുതരാം. കൂടുതൽ എണ്ണ ഇട്ടിട്ട് കുറച്ച് വറുത്ത് കോരുന്നതിന് ഏറ്റവും നല്ലത് കേട്ടോ. ഞാൻ എണ്ണ കുറച്ചിട്ടാണ് സമയം എടുത്തിട്ടാണ് ഇത് വറുക്കെടുക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ കുറച്ച് കൂടുതൽ എണ്ണ എടുക്കുക, എന്നിട്ട് ഇഞ്ചി അതിലിട്ടിട്ട് നന്നായിട്ട് വറുത്ത് കോരുക. കണ്ട ഇപ്പം ഞാൻ കുറച്ചും കൂടി ഒരു 3-4 സ്പൂൺ എണ്ണ വേറെയും കൂടി വെച്ചിന്. ഇപ്പോൾ എണ്ണയെല്ലാം കണ്ണ തെളിഞ്ഞ് വരുന്നത്. അപ്പോൾ ഇത് കണക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങളോട് ഞാൻ പറയുകയാണ്, സമയമില്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എണ്ണ എടുത്തിട്ട് കുറച്ച് വേഗം കോരി ഇഞ്ചി എടുക്കുക കേട്ടോ, വറുത്തെടുക്കുക. നമ്മൾ എന്തൊരു സാധനം അത് ഓർഡർ കിട്ടിയതല്ലേ, അല്ലെ അവർക്ക് ഉണ്ടാക്കുന്നതല്ലേ, അത് അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഒരു ചമ്മന്തി ഒരുതാണെങ്കിൽ നമ്മൾ മനസ്സറിഞ്ഞിട്ട് വേണം അത് ഉണ്ടാക്കി കൊടുക്കാൻ. അപ്പോൾ അതിൻ്റെ രുചി ഇതെല്ലാം കിട്ടുള്ളൂ. അപ്പോൾ സമയം എടുത്താലും നമ്മൾ രുചിയോടെ ഉണ്ടാക്കി കൊടുത്താൽ നാളെ നമ്മളോട് പറയും, ഉണ്ടാക്കി തരുമോയെന്ന് നമ്മളോട് ചോദിക്കും. അപ്പോൾ അതാ കളറെല്ലാം ചേഞ്ചായി വന്നു കേട്ടോ. ആയിട്ടില്ല, ഇനിയും ആവാണ്ട്. കണ്ട എണ്ണെല്ലാം തെളിഞ്ഞ് നല്ല മുരിഞ്ഞ് ഇത് വന്നിന്. അതേപോലെ ഓവർ തീ കൂട്ടി വെച്ചിട്ട് മുരിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ പിന്നെ പെട്ടെന്നാവും കേട്ടോ. അപ്പോൾ നല്ല മുരിഞ്ഞ് നമ്മൾ മുരിഞ്ഞാൽ ഈ ഇഞ്ചിൻ്റെ ഒരു സൗണ്ട് കേൾക്കാം, മുരിഞ്ഞ് വരുന്നൊരു സൗണ്ട് കേൾക്കാം. അപ്പോൾ നന്നായിട്ട് കളറെല്ലാം ചേഞ്ചായി. ഇതാ എണ്ണെല്ലാം കണക്കാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികളാണ് ഇടുന്നത്. പൊടികൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ പൊടി ഇതാ മുളകും പൊടിയാണ്. ഞാനിത് നല്ല മുളകും പൊടിയും കാശ്മീരി മുളകും പൊടിയും മിക്സാക്കി വെച്ചതാണ്. ഒരു 3 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇഞ്ചിപ്പുളി എന്ന് പറയുമ്പോൾ തന്നെ എരിവും പുളിയും പിന്നെ മധുരം എല്ലാം മുന്നിട്ട് നിൽക്കുന്നതാണല്ലോ. അപ്പോൾ അതാ 3 സ്പൂണ്. ഇത് കറക്റ്റാണ് കേട്ടോ. ഇത് ഓവർ എരിവൊന്നുമില്ല. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന്. പിന്നെ വേണ്ടത് നമ്മളെ കായം എപ്പോഴും ഇട്ട് കൊടുക്കണം. കുറച്ചൊന്ന് ഓഫാക്കുമ്പോഴും ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. അത് കാണിക്കാൻ മറന്നുപോയി. അത് നിർബന്ധമില്ല, ഇട്ട് കൊടുത്താൽ നല്ലതാണ്. പിന്നെ നമ്മൾ വറുത്ത് പൊടിച്ച ഉലുവ അത്രേ വേണ്ടൂ. ഉലുവ ഒന്നും കൂടരുത്, കഴിച്ചു പോകും. ഇനി ഇത് നല്ലൊന്ന് പൊടിയെല്ലാം ഒന്ന് മൂത്ത് വരട്ടെ. നന്നായി മൂത്ത് വരുമ്പോൾ നമ്മളെ പുളിവെള്ളം
ഒഴിച്ച് കൊടുക്കുക. പൊടിയെല്ലാം നല്ല മൂക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിനി പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതേപോലെ നല്ല മൂത്ത് വരണം. ഇനി നമ്മൾ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് കഴിയാനായി പരിപാടി. ഇനിയിപ്പോൾ നമുക്ക് ഒന്നുമില്ല. ഇനിയൊരു പുളിവെള്ളം ഞാനിതാണ് നല്ല പിഴിഞ്ഞ് നന്നായിട്ട് അരിക്കണം. അപ്പോൾ പുളിവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട്, ഈ പുളി എന്നെല്ലാം പറയുമ്പോൾ ചിലപ്പോൾ കാക്കിലാം പുളിയെല്ലാം ഉണ്ടാവും കേട്ടോ. പുളി നോക്കിയിട്ട് നമുക്ക് കുറക്കും ചെയ്യാം കൂട്ടും ചെയ്യാം. ചില പുളിക്ക് പുളി ഉണ്ടാവില്ല. അപ്പം എനിക്കിവിടെ കിട്ടിയത് ഉപ്പിട്ട പുളിയാണ്, അതിൽ പുളി കുറവായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അത്രയും എടുത്തത്. ഈ സമയം നമുക്ക് ഉപ്പോ കാര്യങ്ങളെല്ലാം നോക്കാം. ഇനി ഇത് നന്നായിട്ട് വറ്റി വരണം. നന്നായി വറ്റി വന്നിട്ട് നമ്മളെ വെള്ളം ഇരിക്കിയത് പറഞ്ഞു കൊടുക്കുക. അപ്പം വെള്ളം നല്ല ഫ്രഷ് കല്ലൊന്നും ഇല്ലാന്ന് ഉറപ്പുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ വെള്ളത്തിൻ്റെ അവസ്ഥ അറിയാത്തതുകൊണ്ട് മാത്രമാണ് കുറച്ച് വെള്ളത്തിൽ ഒരുക്കിയെടുത്തത്. അപ്പോൾ നമുക്ക് അത് അരിച്ചെടുക്കുമ്പോൾ ആ ടെൻഷൻ ഉണ്ടാവില്ല, കല്ലുണ്ടാവും എന്നുള്ള ടെൻഷൻ ഉണ്ടാവില്ല. അത് ഇങ്ങനത്തെ വെള്ളം കിട്ടണ്ടി കറുത്ത വെള്ളം വാങ്ങണം കേട്ടോ പുളിയിഞ്ചിക്കെല്ലാം. അപ്പോൾ അത് വറ്റി വന്നപ്പോൾ ഇതും നമ്മൾ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതൊന്ന് നന്നായിട്ട് കുറുകി വന്നാൽ നമ്മളെ പരിപാടി കഴിയും. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് നല്ല കളറാവും. ഇത് ആയി വരുമ്പോൾ നല്ല കളറാവും. അതേപോലെ രാവിലേക്കൊക്കെ നല്ല അടിപൊളി, കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നൊരു കളറാവും. ഇപ്പം തന്നെ കണ്ട കളറെല്ലാം ചേഞ്ചായി. അപ്പം ഞാൻ ഒരുപാട് വട്ടം നോക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അതാണ് ഈ ഇടയ്ക്കിടയ്ക്ക് കയ്യിൽ ഇതാക്കിയിട്ട് വെറുതെ കഴിച്ചു നോക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ഇഞ്ചിയെല്ലാം നല്ലതാണ്. ഇനി ഇത് നന്നായിട്ട് വറ്റി വരണം കേട്ടോ. ഓവർ വറ്റിക്കരുത്. അത് രാവിലേക്കൊക്കെ ഒന്നും കൂടി കുറുകോ ഇരിക്കുന്ന അനുസരിച്ച്. അപ്പോൾ കുറച്ചൊരു വെള്ളത്തിൽ ഓഫാക്കിയിട്ടാൽ മതി. അപ്പം കണ്ടില്ലേ, നമ്മളെ പുളിയിഞ്ചി ഇങ്ങനെ ലാസ്റ്റ് ഫൈനലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓഫാക്കി നല്ല കുറുകി വന്ന്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ്. നമുക്ക് എല്ലാവർക്കും പുളിയിഞ്ചി ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇതാ നമ്മളെ പുളിയിഞ്ചി എല്ലാം ഇവിടെ റെഡിയായി. കുറച്ചും കൂടി ഒന്ന് വറ്റിയാൽ നമുക്ക് ഓഫാക്കിയിടാം. നല്ല രസമല്ലേ? നല്ല സ്മെല്ലട്ടാ. വെല്ലത്തിൻ്റെയും പുളിൻ്റെയും കായത്തിൻ്റെ എല്ലാം നല്ല മണം വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ ഒരു സമയം, ഇപ്പോൾ ഞാൻ പറയാൻ ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയത് രാത്രിയാണ്. ഒരു 11:30-12 എല്ലാം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. 12:30 ആയിനെ തോന്നുന്നുണ്ട് അപ്പോഴെനിക്ക് ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ 1:15 ആയി എല്ലാം കഴിഞ്ഞ്. ഞാൻ പതുക്കെ ചെറിയ തീയിൽ ഉണ്ടാക്കുള്ളൂ കേട്ടോ. ഉണ്ടാക്കുന്നത് നല്ല രീതിയിൽ ഉണ്ടാക്കും. തീ ഓവറാക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് കോളാക്കാൻ നിൽക്കലില്ല. പിന്നെ നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് അത് കോളായി കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ സമയം എടുത്ത് ചെയ്താലും അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതാ ഇത്രേ വേണ്ടൂ. ഇനി ഞാൻ എന്താക്കും, ഇത് മൂടി വെക്കും കേട്ടോ. ഈ സമയത്ത് വേണം ഓഫാക്കാൻ. ഇത് നാളേക്കൊക്കെ കറക്റ്റായിരിക്കും. അപ്പോൾ കണ്ടല്ലോ. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത്. അപ്പം ഞാനിത് മൂടി വെച്ചു. അപ്പോൾ കണ്ടല്ലോ, 1:30 മണിയായി. അപ്പോൾ ഈ 1:30 മണിക്കാണ് ഞാൻ നാളേക്ക് ഓർഡർ കിട്ടി ചെയ്ത് കൊടുത്ത് പുളിയിഞ്ചി. അപ്പോൾ അത് കഴിഞ്ഞു. ഇപ്പോൾ രാത്രി ഉണ്ടാക്കി രാവിലെ സെറ്റായി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നല്ല പാക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ രാത്രി 1:30 മണിയായി. ഇനി ഞാൻ ഉറങ്ങാൻ പോവാട്ടാ. രാത്രി 1:30 മണി കണ്ട. ഈ ഓർഡറൊന്നും നമുക്ക് എപ്പോഴും കിട്ടൂല. ഓണത്തിന്, വിഷുവിന്, അങ്ങനത്തെ കാര്യത്തിനെല്ലാം ഇങ്ങനെ
ആരെങ്കിലും ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എടുത്ത് കൊടുക്കുന്ന കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യ്. അപ്പം ഞാൻ ഇനി ഉറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇത് നാളെ ആയിരിക്കും കേട്ടോ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും പുളിയിഞ്ചി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതിന്, പെട്ടെന്ന് പറഞ്ഞാൽ കുറച്ച് സമയം എടുക്കും. നമ്മൾ ഇഞ്ചി നല്ല ഇത്രയും കൂടുതൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വീട്ടിലെല്ലാം ആണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഇത്രയും ഓർഡറെല്ലാം കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല ഇഞ്ചി നല്ല വറുത്ത് വരണ്ടേ. അപ്പം അതിനുള്ള സമയം എന്തായാലും എടുക്കുമല്ലോ. അപ്പോൾ ഇതെല്ലാം ചെയ്യാൻ നാളേക്കൊക്കെ മറ്റന്നാൾക്കൊക്കെ എല്ലാം ആണെങ്കിൽ ഇങ്ങനെ രാത്രി ചെയ്ത് വെക്കുകയാണ് സുഖം. അപ്പോൾ രാവിലേക്കൊക്കെ നല്ലത് സെറ്റായി സൂപ്പറായിട്ടുണ്ടാവും. അപ്പോൾ ഓക്കെ, എല്ലാവരോടും സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും.